ഹലോ ഗൈസ്, അപ്പം നമ്മൾ പുതിയ സ്വതപ്പം സ്ഥിര ബ്രാൻഡ് തന്നെയാണ്. നമ്മളിപ്പോൾ പബ്ലിക്ക് തന്നെ പബ്ലിക്കിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇന്നൊരു സാധനം കിട്ടി ഗൈസ്, DJ പാന്ത. ആ സാധനം അത് 216 മില്യൻ്റെ DJ പാന്ത എന്ന് പറയണ ഒരു സാധനം നമുക്ക് കിട്ടി ഗൈസ്. ഇപ്പോൾ എന്തിനാ എൻ്റെ പുറകെ ഇവിടെ നടക്കണം? എൻ്റെ താത്ത സഹൂർ എടുക്കാൻ വേണ്ടി എൻ്റെ താത്ത സഹൂർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ശിവ ഇങ്ങനെ പുറകെ കിടന്ന് നടക്കണം. എൻ്റെ താത്ത സഹൂർ ഞാൻ ആർക്കും കൊടുക്കില്ല. എൻ്റെ താത്ത സഹൂറേ ഞാൻ ആർക്കും കൊടുക്കില്ല, നിനക്ക് പോലും. കാരണം അത് പോർച്ചുഗൽ ട്രൈറ്റാണ്. ഇവിടെ ആരെങ്കിലും ഒരാളുണ്ടോടാ? ഓക്കെ, ഞാൻ എന്തായാലും ലീവ് അടിച്ചിട്ട് എന്തായാലും നമ്മൾ ഇവൻ്റെ കൂടെ പിന്നെയും ജോയിൻ അടിക്കുകയാണ്. പിന്നെയും ഇതാണ് ഇങ്ങനെ കാണിക്കും. ഞാൻ എന്തായാലും നമ്മളെ കയ്യിലുള്ള ബ്രെയിൻ ഡോട്ട്സ് എല്ലാം കാണിച്ചു തരാം. ജോയിൻ അടിക്കട്ടെ, കയറാൻ പറ്റില്ല ഗൈസ്. ഇത് കണ്ടാ അവ ഇപ്പം ഇൻവൈറ്റും കൂടെ ചെയ്തു. എനിക്കാണെങ്കിൽ സർവറിൻ്റെ അകത്ത് കയറാനും പറ്റണില്ല. എത്ര സമയമെന്നറിയാം? ഇപ്പോൾ കുറച്ച് സമയമായി, കുറച്ചധികം സമയം. നമ്മളെന്തായാലും ഈ ഒരു സർവർ ജോയിൻ അടിയാൻ നിൽക്കണം. ഇവിടെ ഞാൻ വേറെ സർവർ ടെലിപ്പോർട്ടായി. അതെങ്ങനെ? വേറെ സർവർ ടെലിപ്പോർട്ടായി, പക്ഷെ അതും ഇങ്ങനെ തന്നെ കാണിക്കണം ഗൈസ്. ഇത് സർവർ ജോയിൻ അടിക്കാനില്ല. ഇത് സർവർ തന്നെ കൊണ്ട് പറ്റണില്ല ഗൈസ്. ഇതാക്കണ്ട, എത്ര സമയമായിരുന്നുണ്ടായത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര സമയമായിന്നറിയാവോ ഗൈസ്? ഇത് അതാണ് ഞാൻ സ്റ്റീൽ ബ്രെയിൻ ഡോട്ട് കയറാൻ. ഈ സാധനം കൊള്ളാം കേട്ടോ. ഈ സാധനം സർവറിൽ സ്പോണായിട്ടില്ല, പക്ഷേ ഈ സാധനം കൊള്ളാം. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട് ഈ സാധനം കാണാൻ അത്യാവശ്യം നല്ല കൊള്ളാടാ. സൂപ്പർ സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ലൊരു ക്ലീൻ ലുക്ക്, ടോട്ടോ സഹൂറിനെ പോലത്തേക്കൊരു ലുക്കൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നൊരു ബ്രെയിൻ ഡോട്ട്. അത് കൊള്ളാം, നൈസ് വർക്കാണ്. ഫൈനലി ഗൈസ് ഞാൻ ജോയിൻ സർവറായി. അയ്യോ, എത്ര സമയമായി ഗൈസ്? കുറേ സമയമായി ഗൈസ്. ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കണം. കുറേ ഓ മൈ, ബാഡ് ന്യൂസ്. ഗുഡ് ന്യൂസ്. എൽട്രേഡ് എന്ന് പറഞ്ഞിട്ട് അതിനെ കാണിച്ച് അവൻ തന്നെ എൽട്രേഡ് എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ എല്ലാം ചെയ്തു. നൂബിൻ്റെ ബേസ് വിഷയം കൊള്ളാമല്ലോടാ. നൂബിൻ്റെ ബേസ് വിഷയം കൊള്ളാം. എനിക്ക് ഒരു പിപ്പിക്കിവിയും കൂടെ വേണോ? പോർച്ചുഗൽ ട്രൈറ്റ് വെച്ച പിപ്പിക്കിവി പോർച്ചുഗൽ. നിങ്ങൾ ആരൊക്കെ പോർച്ചുഗലിൻ്റെ കളി കണ്ടെന്ന് കമൻറ്റ് ചെയ്യുക താഴെ. അങ്ങനെയില്ല, ആരൊക്കെ പോർച്ചുഗലിൻ്റെ കളി കണ്ടു എന്ന് കമൻറ്റ് ചെയ്യും. അത് മാത്രമല്ല, നമുക്ക് പോർച്ചുഗൽ ഫാൻസാണോ കൂടുതൽ, അർജൻറ്റീന ഫാൻസാണോ കൂടുതൽ, നെയ്മർ ഫാൻസാണോ കൂടുതൽ നോക്കാം. ഈ മൂന്നാളെ പറ്റുള്ളൂ, വേറെ ആരും പറഞ്ഞുകൂടാ. ഈ മൂന്നാളിൽ ആർക്കാണ് കൂടുതൽ ഫാൻസ് നോക്കാം. ഓക്കെ, ഈ മൂന്നാളിൽ ആർക്കാണ് കൂടുതൽ ഫാൻസ് നോക്കാം ഗൈസ്. നമുക്ക് ഇനി ഒന്നും കൂടി ജോയിൻ അടിക്കണം അവൻ്റെ കൂടെ. അല്ല ഗൈസ്, ജോയിൻ സർവർ ഭാഗ്യം. ഫസ്റ്റത്തെ ജോയിൻ തന്നെ ജോയിൻ സർവറായി. ഓക്കെ ഗൈസ്, ഇന്നലെ നമുക്കൊരു സംഭവം പറ്റി. ഇവൻ്റെ സർവർ ഫസ്റ്റ് ആയിട്ട് ടിക്ടോക്ക് സർവർ സ്പോണായി. പിന്നെ ഒരു ഇങ്ങാങ് തങ് സ്കെലത്തങ്ങും സ്പോണായി. ഞാനാണെങ്കിൽ വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നെറ്റിൽ എൻ്റെ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓണാക്കിയിട്ടായിരുന്നു ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ ചുമ്മാ റെക്കോർഡ് ചെയ്തതാണ്, കാരണം കോപ്പിറൈറ്റ് ഇട്ടാണ് കുറേ സൗണ്ട് ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തായിരുന്നു കോപ്പിറൈറ്റ് ഇട്ടാണ് കുറേ സൗണ്ട് ഉണ്ടായത്. അത് ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതാണ്. മറ്റേ ഗെയിമിൻ്റെ സൗണ്ട് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ്. അവൻ്റെ സർവർ ഇങ്ങാങ് തങ് സ്കെലത്തങ്ങും ടിക്ടോക്ക് സൗറും സ്പോണായി. എനിക്ക് നെറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ടിക്ടോക്ക് സൗർ, ആ ഒരു തങ് സ്കെലത്തങ്ങും മറ്റേ ഇതായതുകൊണ്ട് ബേസിക് കയറി ഗൈസ്. എൻ്റെ കൂട്ടുകാരനെ അവ എടുത്തിട്ട് അടിച്ച് ഗൈസ്.
എന്തായാലും ഇവൻ ഞാൻ ഇന്ന് കൊല്ലും കൊല്ലും. എന്നെ അവൻ ഗമ്മി ബെയറാക്കി. എവിടെയാടാ നീ, എവിടെയാടാ നീ? ആ പെട്ട് ഈ റംസ്. അയ്യേ, ആ ഞാൻ ചത്ത്. ഇപ്പോഴേ പറഞ്ഞോ ഗേസ്. അപ്പോൾ നമ്മൾ PvP കളിക്കാൻ വന്നതാണ്. എന്ത് സാധനം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, അങ്ങനെ നമ്മളൊരു PvP മാച്ചിന് കയറിയിരിക്കുകയാണ്. ജയിക്കോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടെ. ഇവനെ കണ്ടിട്ട് വന്നാണ് ഇവ ഒരു പ്രോയാണെന്ന്. മിക്കവാറും എൻ്റെ പോർച്ചുഗൽ താത്ത സഹൂർസ് പോവുമെന്തോ അറിഞ്ഞൂടെ ഗൈസ്. പക്ഷെ പോർച്ചുഗൽ താത്ത സഹൂറായതുകൊണ്ട് ഞാൻ അത് നിലനിർത്തും. ചത്തു. പക്ഷേ ഫസ്റ്റ് 2-3 വിൻസ്. അടിച്ചിട്ട് തന്നെ. എടാ ഞാൻ അറിയാണ്ട് മെഡൂസ് ആക്കിയടാ. എടാ പെട്ടെന്നാ തോന്നണേ. എടാ മിക്കവാറും എൻ്റെ പോർച്ചുഗൽ താത്ത പോവൂടാ. എൻ്റെ പോർച്ചുഗൽ താത്ത പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ നല്ല കാണുന്നു എൻ്റെ പോർച്ചുഗൽ താത്ത പോവാൻ ഉള്ള ചാൻസ്. ഞാൻ നല്ല കാണുന്നു ഗൈസ്. ഏതാവൻ്റെ ഒരു അടി. എടാ ഹാക്കർ ഗൈസ്. ഹാക്കർ ഗൈസ്. ഈ ഒരു താത്ത സഹൂറിനൊക്കെ വരെ ഹാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത് വല്ലാത്ത കഷ്ടമാണ് ഗൈസ്. താത്ത സഹൂറിനൊക്കെ വരെ ഹാക്കർ. ഇതാ കണ്ട, ഹാക്കറാണ് ഇവൻ. അല്ലാണ്ട് എനിക്ക് നെറ്റാ ചത്ത്. എനിക്ക് അടിച്ച്. ഓക്കെ ഭാഗ്യം. ഭാഗ്യമല്ല. അവനിപ്പോഴത്തേക്കും മറ്റേ മെഡൂസ് കിട്ടിക്കാണും. അവനിങ്ങോട്ട് അടിക്കട്ടെ. അവനെ അടിച്ചടിച്ച് നിർത്താം. എടാ പെട്ടെന്നാ തോന്നണേ. എൻ്റെ പോർച്ചുഗൽ മറ്റേ ഇത് പോവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നണം. പക്ഷെ പോർച്ചുഗൽ താത്ത പോവാൻ ഞാനിങ്ങനെ സമ്മതിക്കൂ ഗൈസ്. പോർച്ചുഗൽ താത്ത സഹൂർ. പക്ഷെ ഇവനെ കണ്ടിട്ട് എനിക്ക് വലിയ പ്രോ പോലെ തോന്നിയേട്ടാ. എടാ അവൻ നല്ല അടി ഗൈസ്. അവൻ നല്ല അടിയായിരുന്നു നേരത്തെ. നല്ല അടിയായിരുന്നു അവൻ നേരത്തെ. നല്ല അടി എനിക്കുണ്ട്. എടാ ഇവ എവിടേക്കാടാ കയറി എനിക്കാണ് ഒളിച്ചിരിക്കണ? ഞാൻ സീരിയസ്ലി കണ്ടില്ല. ഇവ എവിടേക്കോ കയറി ഒളിച്ചിരിക്കണേ. കള്ളക്കളി. നമുക്ക് ചെയ്യാൻ പോണ്ട. അവൻ ഇങ്ങോട്ട് വരും. എന്നെ അവ അടിച്ച്. നീ എന്നെ ആക്കടാ. അവൻ കണ്ണും പൂട്ടി അതെടുത്ത്. നമുക്ക് നല്ല അടി കിട്ടി. അയ്യോ ഗൈസ്, ഇവ മിക്കവാറും എന്നെ മെഡൂസ് ആക്കാനുള്ള ചാൻസ് ഉണ്ടാ. മെഡൂസ് ആക്കിയവൻ ഞാൻ എപ്പോഴേ പറഞ്ഞ മെഡൂസ് ആക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അയ്യോടാ ഇപ്പം മിസ്സടിച്ചേനെ. ഇപ്പം മിസ്സായേനെ. മെഡൂസാക്കി. ലാസ്റ്റ് ഫൈനൽ റൗണ്ട്. GG ഗൈസ്, നമ്മൾ ജയിച്ചു. ഗൈസ്, അങ്ങനെ നമ്മൾ PvP കളിച്ച് കഴിഞ്ഞ് നമ്മൾ പബ്ലിക് സെർവറിലോട്ട് കയറുകയാണ്. എനിക്ക് എൻ്റെ പോർച്ചുഗൽ താത്ത സ്വാഗ് സോഡ.
അതങ്ങനെ സാക്സോട പോ 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 പോടെ. ഞാൻ എടുക്കും. എടാ എടുത്തോ. ഞാൻ എന്തായാലും എടുക്കും ഗൈസ്, കാരണം സാക്സോട ഞാൻ എന്തായാലും എടുക്കും ഗൈസ്. സ്വാക്സോട എടാ, എനിക്ക് സാക്സോട വേണോടാ. സ്വാക്സോട പ്രൊട്ടക്റ്റ് പ്ലീസ്, പ്രൊട്ടക്റ്റ് പ്രൊട്ടക്റ്റ്. ആരെങ്കിലും ഒരാൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വന്നിരുന്നെങ്കിൽ എനിക്ക് ഉപകാരമായിരുന്നു അതിന്. ഓക്കെ, അവൻ കണ്ടെന്നെ, പക്ഷെ അവൻ ഒന്നും ചെയ്യാത്തതാണ്. ഈ സ്വാക്സോടെ കിട്ടിയ ഞാൻ ഇപ്പോഴേ പറയാലോ, പൊളിയായിരിക്കും. സ്വാക്സോടെ കിട്ടിയ ഞാൻ ഇപ്പോഴേ പറയാലോ, സ്വാക്സോട കിട്ടിയ പൊളിയായിരിക്കും, ഉറപ്പതെനിക്ക്. എടാ അവൻ എന്തൊരു ചെയ്ത്, എനിക്ക് തോന്നുന്നു സാക്സോട അവൻ പോയി. എടാ സ്വാക്സോട പോയി, എനിക്ക് നല്ല സങ്കടം വന്നടാ അത് പോയത്. എനിക്ക് അത്യാവശ്യം നല്ല സങ്കടം വന്നു എനിക്കത് പോയത്. എടാ അതെന്തൊരു ബർഗൂറല്ല. എന്തായാലും എനിക്കത് സങ്കടമായി. സ്വാക്സോടെ നമ്മൾ വിട്ട്, അതാണ് എനിക്ക് സങ്കടമായത് ഗൈസ്. എന്തായാലും അംബ്രല്ല തൊക്കോലിനെ നോക്കാം. ഓക്കെ, ഇവിടെ എടുക്കണമെങ്കിൽ ഇവിടെ തൊട്ട് കുഴപ്പമില്ല ഗൈസ്. ഇത് എന്താ, നമുക്ക് ഈ സാധനം അടിച്ച് പൊട്ടിച്ചേക്കാം. അവ അത് എടുക്കുമെന്ന് തോന്നുന്നു. അപ്പം ഞാനേ ഒരു ഡ്രിങ്കും കുടിച്ചിട്ട് ഞാൻ ഇതെടുക്കാം. ഓക്കെ, ഞാൻ ഈ ഡ്രിങ്കും കുടിച്ചതെടുത്ത് ഇവിടെ മെഡൂസായി എന്നിട്ട് ഞാൻ അതെന്തൊരു ഞാൻ എടുത്ത് ഓടി. അയ്യോ എടാ, സ്വാക്സോടെ എന്നാലും ഒരു ഇതായിരുന്നടാ, ഒരു റയറസ്റ്റ് ഒരു. എടാ എൻ്റെ താത്ത ഭാഗ്യം പോയില്ലടാ, എനിക്കൊന്നും ആരും കണ്ടില്ലാന്ന്. അല്ല ഞാൻ ഇവിടെ എല്ലാ ബ്രെയിൻ റോഡ്സും കണ്ട വലിയ ബ്രെയിൻ റോഡ്സിനെ പോലെ തോന്നൂടാ. അതെന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എവിടെ ഈ സാധനം ചീന ഫുൾ ഗോ പെട്ടെന്നാ തോന്നേ. ഇല്ല കുഴപ്പമില്ല. ഓക്കെ, ചീന ഫുൾ ഗോറോ. ചീന ഫുൾ ഗോറോ ഞാൻ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചീന ഫുൾ ഗോറോ എടുത്ത്. ഓക്കെ, ബേസിക് കളക്ട് സോണിൽ കൊണ്ടിട്ടു. ഇനി ഞാൻ സെൽ ചെയ്തു ചീനോ. ഇവിടെ ഇങ്ങനെ നിൽക്കണോ? എനിക്കൊന്നും സങ്കടമായി എനിക്ക്. ആ സാധനം ചെറുതല്ലേ, ഞാൻ ഇത് വാങ്ങിച്ചു കൊടുക്കും. ഇതും ഞാൻ വാങ്ങിച്ചു തരാം. എന്നിട്ട് എവിടെ റംസ് ഗെയിംസ് 4 ഞാൻ പിന്നെ ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ. ഇത് ഇപ്പം എനിക്ക് സ്റ്റീല ബ്രൗണിട്ട് വലുതായിട്ട് കളിക്കാൻ ഉണ്ടെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല ഗൈസ്. ഇപ്പോൾ ഇതില്ലേ, ഈ ഒരു സ്റ്റീല ബ്രൗണിട്ട് പാർട്ട് അതില്ലേ, മറ്റേ അതിൻ്റെ അകത്ത്. ഞാൻ ഇതിലിപ്പോൾ പറയാൻ വന്നു, വലിയ സുഖമില്ലാന്നല്ല. സ്റ്റീല ബ്രൗണിട്ട് എൻ്റെ ഫേവറേറ്റ് ഗെയിമാണ്. വലിയ സുഖമില്ലാന്നല്ല. ഇപ്പോൾ സ്റ്റീല ബ്രൗണിട്ട് പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നു. സ്റ്റീല ബ്രൗണിട്ട് എന്തിനാ പോലെ മറ്റേ ട്രൈഡൊക്കെ അവിടെ തന്നെ ഇരിക്കാനുള്ളതായിരുന്നു. അപ്പോൾ എന്തിനാ എന്നോട് ജമ്പ് ചെയ്യണമുണ്ട്.
ഞാൻ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയത് ഇവൻ്റെ ഈ ജമ്പിങ്. മറ്റേ ഈ സാധനമൊക്കെ ഉണ്ടടാ ഇവൻ്റെ ഒരു ഒട്ടബൾ. ഇത് ഒട്ടബോളല്ലല്ലോ, ഇത് അട്ടബോൾ. പക്ഷേ ഇത് ഒട്ടബോളല്ലല്ലോ, ഒത്തബോൾ എന്ന് പറയുന്ന സാധനമില്ലല്ലോ ഇത്. ഞാൻ സെല്ല് ടേസ് 12 മില്യൺ പെർ സെക്കൻഡ് ബ്രെയിൻ റോട്ട്. അവക്കടീനി അംപിലോബീനി അവക്കടീലി. വാട്ട് ലക്കി ബ്ലോക്ക്. ഓക്കെ ഗൈസ്. എടാ പ്ലീസ് എനിക്ക് പ്ലീസ് നിനക്കതിൽ നിന്ന് ഒന്നും കിട്ടൂല, ഉറപ്പാ. ഇവിടെ ഒന്നും കിട്ടൂല. എൻ്റെ ലക്കി ബ്ലോക്കാണ് നീ എടുത്ത്, ഒന്നും കിട്ടൂല. നോക്കിയോ, അശ്ശേ പാട്ടൈറ്റം. എനിക്കൊന്നും വേണ്ട, പോടാ. എനിക്ക് ചിക്കിളി തരികയാണോ? ഇതിനടുത്ത് ലീവ് അടിക്കും. കൊസഡീലാസ് ഈ സാധനം എടുത്ത് ലീവ് അടിച്ചു. ഗൈസ് ഞാൻ ചുമ്മാ പ്രാങ്ക് ചെയ്തതാണ്. ജസ്റ്റ് കിട്ടിങ്. ഞാൻ ചുമ്മാ പ്രാങ്ക് ചെയ്തതാണ്. ലോസ് കൊസഡീലാസ് ആണ് അവിടെ അതിൻ്റെ പേര്. I sell this one. അയ്യോ എടാ അതെങ്ങനാ? എടാ ഞാൻ നിൽക്കിയതല്ലേ, നിങ്ങളത് കണ്ടല്ലേ ഗൈസ്? സോറി, നിങ്ങളത് കണ്ടല്ലേ ഗൈസ്? ഞാൻ നിൽക്കിയല്ല. എന്നിട്ട് അതെങ്ങനെ ഗൈസ്? അതെന്തൊരു ഇതാണ് ഗൈസ്. ഞാൻ നെക്കി ഗൈസ്. ഞാൻ നെക്കിയിരുന്ന് അതെന്തൊരു ഇതാണ്, എനിക്ക് മനസ്സിലായി. ഇതൊക്കെ ഞാൻ അവന് ട്രേഡ് പാസ് കയറാൻ പറയട്ടെ ഗൈസ്. അങ്ങനെ സോറിയൊക്കെ പറഞ്ഞ് അവൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവനോട് പറഞ്ഞ് നെക്സ്റ്റ് അഡ്മിൻ അബ്യൂസിന് ഐ ഗീവ് യു സം ഗുഡ് എന്ന് ഇതിൽ കൊടുക്കും. ചീന ഫുൾഗോറ എൻ്റെ ഇല്ല. മണി ബഗ്ഗി അതല്ലല്ലേ, ഇതിനും കൊടുക്കാം ഗേസ്. ഇതെന്ത് ലോഡാവാത്ത? ലോഡായി ഗേസ്. പിന്നെ ഞാൻ ഇപ്പോൾ പറയാൻ വന്നത്, അന്ന് നമ്മൾ ചോദിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാർ. ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്തൊരു ടീം. പോർച്ചുഗലാണോ, നെയ്മറാണോ, ബ്രസീലാണോ? റൊണാൾഡോ ആണോ, നെയ്മറാണോ, ബ്രസീലാണോ? നിങ്ങൾ പറ, അത് മാത്രം നിങ്ങൾ പറ. ഈ 3 പേരിൽ ഒരാൾ മാത്രം നിങ്ങൾ പറ ഗൈസ്. സഹൂർ ഇതെന്തൊരു സാധനം? ഇതെത്ര മില്യൺ? 100 മില്യനോ? അടി നിൽക്കവനെ അടി ഗൈസ്. ഞാൻ എന്തായാലും എൻ്റെ ബേസിൻ്റെ അകത്തോട്ട് പോകില്ല. അടി. ഓക്കെ, അവൻ അടിച്ചിട്ട് ഞാൻ എന്തായാലും ഈ സാധനവും കുടിച്ച് വലിയ ആളായിട്ട് ഞാൻ എന്തായാലും സഹൂർ എടുക്കട്ടെ. നമുക്ക് ഈ വേണ്ടല്ലെങ്കിൽ നമുക്ക് ഈ സഹൂർ എടുത്തിട്ട് പബ്ലിക് ചലഞ്ച് നടത്തിയാലോ? സഹൂറാണ്. ഇത് വെച്ച് പബ്ലിക് ചലഞ്ച് നടത്താനൊന്നും ഇല്ല. കാരണം സഹൂർ എന്നൊക്കെ വെച്ചാൽ അത്രയും ഗുഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സഹൂർ അത് കുഴപ്പമില്ല എന്ന് പറയാം. ഈ ഒരു സഹൂർ നമുക്ക് എന്തായാലും സഹൂർ എടുത്ത് സൈഡിലോട്ട് വെച്ച് ബായ് എന്നും പറഞ്ഞ് ഞാൻ
ഇതൊക്കെ എനിക്ക് കാണാൻ പറ്റുമോ? ഐ ബ്ലോക്ക്, അൺഫ്രണ്ട്, ക്യാഷ്. ഇവന് 160 10 ക്വാഡ്രില്യൺ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഫ്യൂസ് അടിച്ച്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കം ഇതെടുത്ത് ഫ്യൂസിലിട്. അമ്മോ അടിച്ച പെന്നെ. എടാ ഇതൊക്കെ എടുത്ത് ഫ്യൂസിലിട്ടാൽ നിനക്ക് മറ്റേത് കിട്ടും. ഇതൊക്കെ ചിക്കിളിത്തേരിയാണ്. നീ വേസ് വാല്യൂ നോക്കടാ. ഇതൊക്കെ ചിക്കിളിത്തേരിയാണ്, ഒരു ആവശ്യമില്ലാത്ത സാധനം. ഓക്കെ എടാ എന്നെ മാളിലാക്കി അവൻ. ഓക്കെ എന്തായാലും നമുക്ക് പബ്ലിക് ചലഞ്ച് നടത്താം. നമുക്ക് പെട്ടെന്ന് നടത്തിയിട്ട് പോകാം. കാരണം എന്ന് വെച്ചാൽ ഫോണിൽ ചാർജില്ല 9. അപ്പോൾ പെട്ടെന്ന് നടത്തിയിട്ട് പോകാം ഗൈസ്. നമുക്ക് ഡക്സ് ബ്ലോക്സിൻ്റെ കൂടെ തന്നെ പബ്ലിക് സർവർ ചലഞ്ച് നടത്താം ഗൈസ്. കമൺ ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഇടുമ്പോൾ ഒരു 8 മണിയാവും ചുമ്മാ പറഞ്ഞു. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഡക്സ് ബ്ലോക്സ് സർവർ ജോയിൻ അടിച്ചിട്ടുണ്ട്. ഡക്സ് ബ്ലോക്സ് ആൻഡ് റംസ് ഗെയിംസ് 4. വൗ നൈസ്. ഈ ഒരു പാട്ട് ഐറ്റമാണാടാ. അമ്മോ എന്നെ അടിച്ചിട്ട്. ഈ മിത്തിക്ക് ലക്കി ബ്ലോക്ക് വരെ കൊണ്ടുപോകാണ്ട് സൂക്ഷിക്കുന്ന ആൾക്കാരാണോ ഇതൊക്കെ? അയ്യോ നൈഫിനെയാണ് മെൻഡൂസാക്കിയത്. ഓക്കെ എന്താ ഞാൻ ഈ സംശയല്ലേട്ട് സഹൂർ. നോ ഇത് ലീവല്ല. ഇതിന് ഇപ്പം ലീവില്ല. ഇത് ലീവില്ല. നോക്കടാ. നമ്മളെ കൂട്ടുകാരന്മാർ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. നോക്കടാ റംസ് ഗെയിംസ് 4 ഡക്സ് ബ്ലോക്സ് ആരെങ്കിലും ഒരാൾ എടുത്താൽ അവ അടിക്കും തോന്നുന്നു. എവിടെ അവനാ? സോംബി ഇത്ര ആളല്ല. ഡോങ്കി തുർബോ എക്സ്പ്രസ്. വാട്ട്? എടാ സേഫാക്ക്. എന്നെ മെഡൂസ് അയക്കവേ. എൻ്റെ ഫ്രണ്ടിൽ ഇതൊക്കെ വെക്കട്ടെ. നമ്മളെ പണി എന്തിനാണ്? ഇത് സേഫ് ആക്കണം. അതാണ് നമ്മളെ പണി. എടുത്തോ കൂട്ടാൻ മാറ്റിയെടുക്കട്ടെ. ഓക്കെ എന്താ ഞാൻ ബേസിൽ ഓക്കെ ഉണ്ട്. ഇത് എടുത്തോട്ടെ ചോദിക്കണമെന്നില്ല. ഓക്കെ കുറേ ആൾക്കാർ മെഡൂസാക്കി കേട്ടാ. ഇവന്മാർക്ക് അറിഞ്ഞുകൂടാൻ തോന്നുന്നു ഇത് പബ്ലിക് ചലഞ്ചാണെന്ന്. ഇവിടെ കുറേ ആൾക്കാരുണ്ടായി നമുക്ക് സപ്പോർട്ടായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പബ്ലിക് ചലഞ്ച് നടത്തണം. എത്ര 3 ആൾക്കാരുണ്ട്. എനിക്ക് 2 ആൾക്കാർ വേറെ ആയിട്ടുണ്ട്. ഞാനും കൂടി കൂട്ടി 3. നൈസ് പീപ്പിൾസ്. ഞാൻ എന്തായാലും ഇവിടെ ഒരു ടർക്ക് വയ്ക്കട്ടാടാ. ഞാൻ ചത്ത്. എടാ സാധനം എടുത്ത് ഭാഗ്യം. എടാ ഡക്സ് ബ്ലോക്സ് ഉള്ളോണ്ട് മാത്രം. എടാ ഡക്സ് ബ്ലോക്സ് ഇല്ലായിരുന്നെങ്കിൽ ടൊട്ടോ സഹൂർ ഇപ്പം അവൻ്റെ ബേസിൽ ഇരുന്നേന്. ഓക്കെ ഗൈസ്, ഇത് ഭയങ്കര പോരാട്ടമാണ്. ഇതിനു വേണ്ടി ഭയങ്കര പോരാട്ടമാണ് ഈ ഒരു സാധനത്തിന് വേണ്ടി ഗൈസ്. ദാണ്ട് ഭയങ്കര വലിയ പോരാട്ടമാണ് ദാണ്ട് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഓക്കെ അടിക്കൂ. ഭയങ്കര വലിയ ഒരു തൊത്ത സഹൂർ, ഒരു സഹൂറിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ പോരാട്ടം ഇവിടെ നടക്കുന്നത്. ഒരു ടൊട്ട സഹൂർ, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഒരു പോരാട്ടം തന്നെ ഇവിടെ നടക്കുന്നത്. എടോ അതിനു വേണ്ടിയാണ് ഇത്രയും വലിയൊരു പോരാട്ടം തന്നെ ഇവിടെ നടക്കുന്നത് ഗൈസ്. അതിനു വേണ്ടിയാണ്.
അതിനു വേണ്ടിയാണ് ഇവിടെ ഇത്രയും വലിയ പോരാട്ടം തന്നെ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് പെട്ടോ ഗൈസ്, ഇതെന്ത്? അയ്യോ ഗൈസ്, ഇതെന്ത് സംഭവം തരി ഗൈസ്. ഇതാ ഞാൻ പെട്ടെന്ന് ഈ ഒരു സാധനം നിർത്തിയിട്ട് ഗൈസ്. അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അമ്മ. അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അസ്സലാമു അലൈക്കും.